നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ ടോപ്പ് 10 കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നും പതിവ് പോലെ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആൻഡ് ഇവൻറ്റ്സ് എന്ന മേഖലയെക്കുറിച്ചാണ്. അതിൻ്റെ 5ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത്, അല്ലെ, ഡേയ്സ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതിലാദ്യമായി നമ്മൾ നോക്കുന്നത് വേൾഡ് ബുക്ക് ഡേ എന്ന ദിവസത്തെക്കുറിച്ചാണ്, അല്ലേ. ആഗോള പുസ്തക ദിനമെന്നാണ് നമ്മളിതിനെ പറയുന്നത്, അല്ലെങ്കിൽ ആഗോള ഗ്രന്ഥ ദിനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് ഇത് ആചരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം? നമ്മുടെ ശീലങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലെ, എന്താണ്, പ്രൊമോട്ട് ദ ഹാബിറ്റ്. എന്തിൻ്റെയൊക്കെ ശീലങ്ങളാണ്? വായനയുടെയും എഴുത്തിൻ്റെയും അതേപോലെ പ്രസാധനത്തിൻ്റെയും അതേപോലെ കോപ്പി റൈറ്റിൻ്റെയും ഒക്കെ ശീലങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ആദ്യമായിട്ട് പുസ്തക ദിനം ആചരിക്കപ്പെട്ടത് 1955-ലാണ്. 1995-ലാണ് ആദ്യമായിട്ട് ആഗോള പുസ്തക ദിനം ആചരിക്കപ്പെട്ടത്. ഡിക്കേഡ് ഓഫ് ഇൻഡിജിനസ് ലാംഗ്വേജസ് എന്ന് അറിയപ്പെടുന്നത് നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം, അല്ല, എന്താണ് ഡിക്കേഡ് ഓഫ് ഇൻഡിജിനസ് ലാംഗ്വേജ്? 2022 മുതൽ 2032 വരെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിക്കേഡ് ഓഫ് ഇൻഡിജിനസ് ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നത്, അല്ലേ. യുനെസ്കോയുടെ ഈ വർഷത്തെ തീമായിട്ട് നമ്മൾ കണക്കിലെടുത്തിരിക്കുന്നത് എന്തായിരിക്കാം? ഇൻഡിജിനസ് ലാംഗ്വേജസ് എന്ന് പറയുന്ന, അല്ലേ, വേൾഡ് ബുക്ക് ഡേയുടെ ഇൻഡിജിനസ് ലാംഗ്വേജ് എന്താണ് തീമായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിൽ കിടക്കാൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കണക്കിലെടുക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് വെച്ചാൽ ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്, അല്ലെ. ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ആഗോള പുസ്തക ദിനമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ദിനം എന്തായിരുന്നു? ഏപ്രിൽ 23 ആയിരുന്നു. ഈ ഏപ്രിൽ 23 തന്നെയാണ് അന്താരാഷ്ട്ര ഇംഗ്ലീഷ് ഭാഷാ ദിനമായിട്ട് കൊണ്ടാടുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായിരിക്കാം? ഇംഗ്ലീഷ് സാഹിത്യകാരനായ ഷേക്സ്പിയർ, അല്ലെ, വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ ദിനമായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത്, അല്ലെ. ഇംഗ്ലീഷ് ഷേക്സ്പിയർ അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ ജന്മദിനമാണ് ഇതെന്ന് നമുക്കറിയാം, അല്ലെ. ഇതേപോലെ എന്തായിരിക്കാം? യുണൈറ്റഡ് നേഷൻസ് ഇംഗ്ലീഷിനെ പോലെ തന്നെ കണക്കാക്കുന്ന മറ്റൊരു ഭാഷയാണ് ഫ്രഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആഗോള ഭാഷ അല്ലെങ്കിൽ വിശ്വഭാഷ എന്ന് പറയുന്ന 2 ഭാഷകളാണ് ഫ്രഞ്ചും അതേപോലെ തന്നെ ഇംഗ്ലീഷും. എന്തുകൊണ്ടാണ് ഇതിന് വിശ്വഭാഷകളെന്ന് കണക്കാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകമെമ്പാടുമായിട്ട് ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്ന 2 രാഷ്ട്രങ്ങളാണ്, ഒന്ന് ഫ്രാൻസും മറ്റൊന്ന് ഇംഗ്ലണ്ടും. ഇനി നമുക്ക് നോക്കിയാൽ എന്തായിരിക്കാം? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്ര ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് 6 ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം, അല്ലേ. 2010 മുതൽ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 6 ഭാഷകളെ തമ്മിലാണ് ഇവിടെ കണക്കാക്കുന്നത്. നമുക്കറിയാം അത് ഏതൊക്കെ ഭാഷകളായിരിക്കാം. ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, റഷ്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? സ്പാനിഷ് ഉണ്ട്, അറബിക് ഉണ്ട്. ഇങ്ങനെയുള്ള 6 ഒഫീഷ്യൽ ലാംഗ്വേജ് വഴിയാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സമൂഹവുമായിട്ട് ബന്ധം പുലർത്തുന്നത് എന്ന് നമുക്കറിവുള്ള കാര്യമാണ്. അടുത്ത 3ാമത്തെ പ്രധാനപ്പെട്ട വാർത്ത വേൾഡ് ഹീമോഫീലിയ ഡേ എന്നതിനെ കുറിച്ചിട്ടുള്ള. വേൾഡ് ഹീമോഫീലിയ ഡേ എന്താണ്? വേൾഡ് ഹീമോഫീലിയ ഡേ വേൾഡ് ഹീമോഫീലിയ ഡേ ആചരിക്കുന്നത് ഏപ്രിൽ മാസം 17-ാം തീയതിയാണ്. അപ്പോൾ ഏപ്രിൽ മാസം 17-ാം തീയതിയാണ് വേൾഡ് ഹീമോഫീലിയ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇത്തവണത്തെ തീം എന്ന് പറയുന്നതായിരിക്കാം പ്രിവെൻഷൻ ഓഫ് ബ്ലീഡ്സ് ആസ് ദ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. അതായത് ആഗോളപരമായിട്ട് ഇത്തരത്തിൽ ഹീമോഫീലിയ എന്ന് പറയുന്ന ആ ഒരു ബ്ലീഡിംഗ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടാകുന്ന ആളുകളുടെ സംരക്ഷണത്തിനായിട്ട് നീക്കിവെക്കുക എന്നാണ് ഇത്തവണത്തെ തീമായിട്ട് കണക്കാക്കുന്നത്. ഇതെന്താണ്? ഒരു ജനറ്റിക് ബ്ലഡ് ഡിസോർഡറാണ്. അതായത് ജനിതക വൈകല്യം മൂലം അല്ലെങ്കിൽ ജനിതക തലമുറകൾ അല്ലെങ്കിൽ എന്തായിരിക്കാം പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ജനിതക വൈകല്യമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റുന്നതാണ്, കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് മുറിവുണ്ടായി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാതെ ആ മുറിവിൽ നിന്നും രക്തം വാർന്ന് അവർ മരണപ്പെടുന്ന രോഗമാണ് ഈ പറയുന്നത്. അടുത്ത ദിവസമായിട്ട് ആചരിക്കുന്ന വേൾഡ് ടെലികോം ഡേ ആണ്. വേൾഡ് ടെലികോം ഡേ എന്താണ്? വേൾഡ് ടെലികോം ഡേയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്, വേൾഡ് ടെലികോം ഡേ എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്നത് എന്നും ചോദിച്ചാൽ മെയ് മാസം 17-ാം തീയതിയാണ്, അല്ലെ. മെയ് മാസം 17-ാം തീയതിയാണ് വേൾഡ് ടെലികോം ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. വേൾഡ് ടെലികോം ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ്? മെയ് മാസം 17-ാം തീയതിയാണ് വേൾഡ് ടെലികോം ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഇതെന്നു മുതലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 2006 മുതലാണ്, കേട്ടോ. 2006 മുതലാണ് ടെലികമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് തുർക്കിയിൽ വെച്ച് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ പറയുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ഡേ മെയ് 17-ാം തീയതി ആചരിച്ചു തുടങ്ങിയത്.
ഇത്തവണത്തെ തീം എന്താണ്? തീം എന്ന് പറയുന്നത് എന്തായിരിക്കും? എംപവറിംഗ് ദ ലാസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, അല്ലെ, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതായത് എംപവറിംഗ്, അതായത് വികാസം കുറഞ്ഞ രാഷ്ട്രങ്ങളെ എന്താണ് വികാസം നൽകുക, എങ്ങനെ? ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ വികാസം കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. അടുത്തത് വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബറിനെ കുറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ചൈൽഡ് ലേബർ ബാലവേലയാണ്. ഈ ചൈൽഡ് ലേബർ എന്ന് പറയുന്നതിന് എതിരായിട്ട് അത്തരത്തിലുള്ള ബാലവേലകൾ നിരോധിക്കപ്പെടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ദിനം നമ്മൾ ആചരിക്കുന്നതെന്നാണ്. 2002 ജൂൺ മാസം മുതൽ. അപ്പോൾ 2002 ജൂൺ 12 മുതലാണ് ഇത് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. ഇത് എന്നു മുതൽ, എങ്ങനെ, എന്ന രീതിയിൽ ചോദിച്ചാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അതേപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ മെമ്പർ കൺട്രീസ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ആഗോള ബാലവേല വിരുദ്ധ ദിനമൊക്കെ ആചരിച്ചു വരുന്നത് എന്ന് നമുക്കറിവുള്ള കാര്യമാണ്, അല്ലേ? അതേപോലെ എന്തായിരിക്കാം, എ വീക്ക് ഓഫ് ആക്ഷൻ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ് ഈ 2023 ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറയുന്നത്. എന്തായിരിക്കാം? വീക്ക് ഓഫ് ആക്ഷൻ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ, ബാലവേല വിരുദ്ധ ദിനത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അടുത്ത വാർത്ത വേൾഡ് പോസ്റ്റ് ഡേയെ കുറിച്ചാണ്, അല്ലെ? വേൾഡ് പോസ്റ്റ് ഡേ എന്താണ്? വേൾഡ് പോസ്റ്റ് ഡേ എന്ന് നമുക്ക് നോക്കാം, അല്ലെ? വേൾഡ് പോസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും ഒക്ടോബർ മാസം 9 തീയതിയാണ് വേൾഡ് പോസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 1969 യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് ഇൻ ടോക്കിയോ ആണ്. അപ്പോൾ ടോക്കിയോയിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് ആണ് ഇത് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിനടുത്ത് നമ്മൾ നോക്കിയാലോ 2023 തീം എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം, അല്ലെ? 2023 തീം എന്താണ്? ടുഗദർ ഫോർ ട്രസ്റ്റ് കൊളാബറേറ്റിംഗ് ഫോർ എ സേഫ് ആൻഡ് കണക്റ്റഡ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അതായത് അതിലെ തീമായിട്ട് തോന്നി എടുത്തിരിക്കുന്നത് എന്താണ്? ട്രസ്റ്റ് കൊളാബറേറ്റിംഗ് ഫോർ എ സേഫ് ആൻഡ് കണക്റ്റഡ് ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇവിടുത്തെ തീമായിട്ട് ഇത്തവണ എടുത്തിരിക്കുന്നത്. അടുത്ത നാഷണൽ ആയുർവേദ ഡേ ആണ് എടുത്തിരിക്കുന്നത്. നാഷണൽ ആയുർവേദ ഡേ എന്താണ് നോക്കാം. നാഷണൽ ആയുർവേദ ഡേ എന്താണ്? നാഷണൽ ആയുർവേദ ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുർവേദ എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈദ്യശാസ്ത്ര വിഭാഗമാണ്, നമുക്കറിയാം, അല്ലെ? ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ആയുഷ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? സർബാനന്ദ് സനോവളാണ്. അദ്ദേഹമാണ് നാഷണൽ ആയുർവേദ ഡേ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടിയാണ് ഇത് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. 8ാമത് നാഷണൽ ആയുർവേദ ഡേ ആയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെ? ഇത് 2023 അല്ലെ നവംബർ ആണ് നമ്മളിത് ആചരിക്കുന്നത്. ആയുർവേദ എന്ന് പറയുന്നത് എല്ലാവരുടെയും വേദമാണ്, അല്ലെങ്കിൽ ആയുസ്സിന്റെ വേദമാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇത് ആയുർവേദ ആചാര്യൻ എന്ന് പറയുന്നത് ആരാണ്? ധന്വന്തരിയാണ്. ധന്വന്തരി എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആയുർവേദത്തിന്റെ ആചാര്യനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അടുത്ത വേൾഡ് സൈറ്റ് ഡേ, അല്ലെ? കാഴ്ച ഉള്ള ആളുകൾക്കുള്ള ദിനമാണ്. കാഴ്ച ദിനം എന്ന് നമ്മൾ പറയുന്നതാണ് വേൾഡ് സൈറ്റ് ഡേ എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും എന്താണ്? സെക്കൻഡ് തേഴ്സ്ഡേ ആണ്, അല്ലെ? സെക്കൻഡ് തേഴ്സ്ഡേയിലാണ് ഇത് ആചരിക്കുന്നത്. 2ാമത്തെ വ്യാഴാഴ്ചയാണ് ഇത് ആചരിക്കുന്നത്. എല്ലാ വർഷവും ആനുവല്ലി ആണ് കേട്ടോ. എല്ലാ വർഷവും ആനുവല്ലി ആചരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ 2ാമത്തെ വ്യാഴാഴ്ചയാണ്. ഇതെന്താണ്? ആഗോള സമൂഹത്തിന്റെ ഒരു ശ്രദ്ധ കൊണ്ടുവരിക. ആർക്ക്? ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷൻ എന്ന് പറയുന്ന ആ ഇമ്പയർമെന്റ് വിഭാഗത്തിന് നേരെ ഒരു ശ്രദ്ധ എല്ലാവരുടെയും കൊണ്ടുവരിക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വർഷത്തെ ഈ പറയുന്ന സൈറ്റ് ഡേ വന്നിരിക്കുന്നത് 12th ഒക്ടോബറിലാണ്. ഇതിനെന്താണ് പറയുന്നത്? ഒരു തീം ഉണ്ട്. എന്തായിരിക്കും? ലവ് യുവർ എയ്സ് അറ്റ് വർക്ക്. ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ ഇഷ്ടപ്പെടുക. കാരണം കണ്ണുള്ളപ്പോഴേ നമുക്ക് കാഴ്ച ഉണ്ടാവുകയുള്ളൂ. പക്ഷെ കണ്ണില്ലാത്തപ്പോൾ മാത്രമേ നമ്മൾ കണ്ണിന്റെ വിലയറിയുകയുള്ളൂ. അതാണ്. ഇതെന്തിനു വേണ്ടി ആചരിക്കും ചോദിച്ചാൽ എന്തായിരിക്കാം? ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, എന്തിനു വേണ്ടിയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ദെയർ വിഷൻ, അതായത് കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് ഇത് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. അടുത്ത വേൾഡ് പോളിയോ ഡേയെ കുറിച്ചുള്ള വാർത്തയാണ്. വേൾഡ് പോളിയോ ഡേ എന്താണ്? വേൾഡ് പോളിയോ ഡേ അതായത് ബോധവൽക്കരണം നടത്തുക. എന്തിനെതിരായിട്ട്? പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ആ പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിനെതിരായിട്ട് ഒരു ബോധവൽക്കരണം വരുത്തുക. അതാണ് ലക്ഷ്യം, അല്ലെ? വേൾഡ് പോളിയോ ഡേ ഹൈലൈറ്റ്സ് ദ ഗ്ലോബൽ എഫോർട്സ് ആൻഡ് ടു എൻഡ് പോളിയോ മൈലറ്റിസ് വേൾഡ് വൈഡ്. അതായത് പോളിയോ ഡേ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ആഗോള പരിശ്രമം എന്തിനു വേണ്ടിയിട്ട്? പോളിയോ മൈലറ്റിസ് എന്ന് പറഞ്ഞ ഒരു രോഗത്തിനെ ലോകവ്യാപകമായിട്ട് ചെറുക്കുന്നതിനുള്ള പരിശ്രമം നടത്തുന്നതിനാണ് ഇത് മുൻകൈയെടുക്കുന്നത്, അല്ലെ? ഇതെന്താണ്? പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് ആണ് ഇതിന് കാരണമാകുന്നത്. പോളിയോ വൈറസ് ആണ് ഇതിന് കാരണമാകുന്നത് നമുക്കറിവുള്ള കാര്യമാണ്.
ഇത് ഇത്തരത്തിൽ പോളിയോ നിർമ്മാർജ്ജനം എന്ന് പറയുന്നതാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി 1988 അതിനെ തുടച്ചു നീക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയ ഒരു അസുഖം തന്നെയാണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണിറ്റി എന്നൊക്കെയുള്ള പ്രോഗ്രാമുകളിലൂടെയാണ് ഇത് കൈവരിക്കുവാൻ ശ്രമിക്കുന്നത്. ഇത്തവണ എന്തായിരിക്കാം ഏക ഹെൽത്തിയർ ഫ്യൂച്ചർ ഫോർ മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ, അമ്മമാർക്കും കുട്ടികൾക്കും എന്താണ് ആരോഗ്യകരമായ ഒരു ഭാവി എന്ന് പറയുന്നതാണ് ഈ പോളിയോ ദിനത്തിന്റെ സന്ദേശമായിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത ഇന്റർനാഷണൽ ഡേ ഫോർ ബയോസ്ഫിയർ റിസർവ്സ് ആണ്. ബയോസ്ഫിയർ റിസർവ്സ് നമുക്കറിയാമല്ലേ, ജൈവമണ്ഡലങ്ങൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ബയോസ്ഫിയർ റിസർവ്സ്. ബയോസ്ഫിയർ റിസർവ്സിന് വേണ്ടിയിട്ടുള്ള ദിവസമായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. അതായത് 2022 യുനെസ്കോയുടെ 41ാമത്തെ സെഷൻ എന്ത് ചെയ്തു, ജനറൽ കോൺഫറൻസിൽ അവർ പറഞ്ഞു എന്തായിരിക്കും നവംബർ 3 എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ആഗോള വ്യാപകമായിട്ട് ബയോസ്ഫിയർ റിസർവുകൾക്ക് വേണ്ടിയിട്ട് നീക്കി വയ്ക്കണം. അപ്പം നവംബർ 3 ബയോസ്ഫിയർ റിസർവായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം അല്ലെ. എന്താണ് ബയോസ്ഫിയർ റിസർവ്? അതിൽ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് അല്ലെ. എന്തായിരിക്കാം ദ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുകയാണ്, കെട്ടിത്തിരിച്ചിരിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം മൃഗങ്ങളുടെയും വനങ്ങളുടെയും സസ്യങ്ങളുടെയും എല്ലാം പരിപാലനത്തിനായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ബയോസ്ഫിയർ റിസർവ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരും എന്താണ് അവരുടെ ജീവിത അല്ലെങ്കിൽ നൈതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് കേട്ടോ. പക്ഷെ എന്നാലും ഈ മേഖലയിൽ കടന്നുകയറ്റം അനുവദിക്കുന്നതല്ല എന്നുള്ളതുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ആഗോള വ്യാപകമായിട്ട് ഏകദേശം 738 ബയോസ്ഫിയർ റിസർവ്സുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് 134 രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് എന്ന് നമുക്കറിയാം. അതിൽ തന്നെ 18 ബയോസ്ഫിയർ റിസർവുകൾ എവിടെയാണുള്ളത്? അത് നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത് എന്നും കൂടി മനസ്സിലാക്കുക. ബാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് കണക്കാക്കുന്നു. അപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.